ചാലിയങ്കോട്ട തകർത്തത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് 1571 ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയങ്കോട്ട തകർത്തത്. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് 1571 ഫത്തുൽ മുബീൻ എന്താണ്? ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ, വ്യക്തമായ വിജയം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് 1555. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തി പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ, ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്ന ബഹുമതി സ്വന്തമാക്കിയത്? പുറക്കാട് രാജാവാണ്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1513. 1513 കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും. 1540 പൊന്നാനി സന്ധി പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. അടുത്തതൊരു കൃതിയാണ് തുഹത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹത്തുൽ മുജാഹിദീൻ. ഇത് രചിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതിയാണ് തുഹത്തുൽ